സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത. ഇലക്ഷനോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ആദ്യ ഗഡു പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാനത്ത് ഇന്ന് മുതൽ സജീവമാകുന്ന സാഹചര്യത്തിലാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. ഇന്നലെ മുതൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും പെൻഷൻ തുക കുടിശ്ശിക തീർത്ത് 3600 രൂപ വീതം എത്തിച്ചേരുമെന്ന് ധനവകുപ്പ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇന്ന് മുതൽ വിതരണം സജീവമാകും. ഇതോടൊപ്പം വീടുകളിലേക്കും ഇന്ന് മുതൽ വിതരണം സജീവമാകും. വിവിധ സ്കീമുകളിലെ പെൻഷൻ തുക സ്വീകരിക്കുന്ന 27 ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ 500 മുതൽ 1000 രൂപ വരെയുള്ള കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും. വിധവ, വാർദ്ധക്യ, ഭിന്നശേഷി പെൻഷനുകളിലായി 8 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുള്ളത്. പെൻഷൻ തുക വിതരണത്തിന് കൈമാറിയതായി സേവന സൈറ്റ് സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക ലഭിക്കാത്ത ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക. ഇവർക്കുള്ള തുകയും ഇന്നു മുതൽ എത്തിച്ചേരും. ഒരു മുടക്കവും കൂടാതെ 1600 രൂപ വീതം ഇതുവരെയും എത്തിച്ചേർന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ 2000 രൂപയ്ക്കൊപ്പം ശേഷിക്കുന്ന ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി തീർത്ത് വിതരണം ചെയ്യുന്നതോടുകൂടി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിലെ കുടിശ്ശിക തീർത്തുള്ള വിതരണം പൂർത്തിയാകുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി. എന്നാൽ നിർമ്മാണ മേഖലകളിൽ കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ തുകയിൽ ഒരു പരിധിവരെയെങ്കിലും പെൻഷൻ തുക കൊടുത്തു തീർക്കുമെന്നുള്ള അറിയിപ്പുകൾ കൂടി ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുകയാണ്. ഇതിനായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം അടക്കം രൂപീകരിച്ച് ഫണ്ട് സമാഹരിക്കൽ നടപടിയും ആരംഭിച്ചിട്ടുണ്ട്. വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ തീർത്ത് വിതരണം ചെയ്യുന്നതിലേക്കായി കൂടുതൽ വായ്പാനുമതിക്കായി കേന്ദ്രത്തോട് സംസ്ഥാനം കത്ത് നൽകി കഴിഞ്ഞു. വായ്പാനുമതി ലഭ്യമാകുന്ന മുറയ്ക്ക് വിവിധ മേഖലകളിലേക്കുള്ള കുടിശ്ശിക തീർത്തുള്ള വിതരണം കൂടി ആരംഭിക്കും. ഈ സാഹചര്യത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ അർഹതാ വിതരണം, നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ചും വിവിധ ഉത്തരവുകളെല്ലാം ക്രോഡീകരിച്ച് പുതിയൊരു ഉത്തരവ് വന്നിട്ടുണ്ട്. വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. വിധവാ പെൻഷനുകൾ കൈപ്പറ്റുന്നവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം വാർഡംഗത്തിൽ നിന്ന് വാങ്ങി സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ ചില തദ്ദേശ സ്ഥാപനങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ളവർ മാത്രം ഈ സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കേണ്ടതാണ്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കുന്നതിന്റെ ഭാഗമായി തുക വിതരണം ഈ ആഴ്ച കൊണ്ട് തന്നെ പൂർത്തിയാക്കുന്ന രീതിയിലാണ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുന്നോടിയായി തന്നെ കുടിശ്ശികയും വർദ്ധിപ്പിച്ച പെൻഷൻ തുകയും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും. സർക്കാർ സഹായത്തോടുകൂടി ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി ചില തദ്ദേശ സ്ഥാപനങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അറിയിപ്പുകൾ ലഭ്യമായിട്ടുള്ളവർ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ ക്ഷേമനിധി ബോർഡുകളുടെ ഓഫീസുകളിൽ സമർപ്പിക്കേണ്ടതാണ്. സംസ്ഥാന സർക്കാരുകളുടെ സഹായം അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതിന് മുന്നോടിയായി തന്നെ കേന്ദ്ര സഹായം കൂടി അക്കൗണ്ടുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. PM കിസാൻ സമ്മാൻ നിധി യോജനയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് 21ാം ഗഡുവായ 2000 രൂപ കൂടി ഇപ്പോൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. തുക മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കളുടെ ആധാറാധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്നു മുതൽ തുക എത്തിച്ചേരും. 2000 രൂപ വീതം 25 ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്കാണ് എത്തിച്ചേരുക. കേന്ദ്ര സംസ്ഥാന സഹായങ്ങൾ ചേർത്ത് ഗുണഭോക്താക്കൾക്ക് പരമാവധി ഓരോ വീടുകളിലേക്കും 5600 രൂപ വരെയാണ് എത്തിച്ചേരുക. വിവിധ മേഖലകളിലേക്കുള്ള കൂടുതൽ ആനുകൂല്യ വിതരണങ്ങൾ ഉടൻ തന്നെ പ്രഖ്യാപിക്കും. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.